IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്തു. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസമാണ് സുഗാന്ത് അയച്ച ചാറ്റുകൾ പോലും പുറത്തേക്ക് വന്നത്. മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ പോലും സുഗാന്ത് അയച്ചിരുന്നതായിട്ടുള്ള വിലയിരുത്തലുകൾ പുറത്തേക്ക് വന്നിരുന്നു. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമാണോ? അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടുമെല്ലാം വലിയൊരു ചൂഷണം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നത് കണ്ടുകൂടി ആണോ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് കോടതി? തീർച്ചയായും സുഗാന്തിനെതിരെ കൃത്യമായ തെളിവുണ്ട് എന്നതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന, അതായത് പോലീസ് ശേഖരിച്ച വാട്സപ്പ് ചാറ്റുകൾ നിർണായക തെളിവുകളായി, ടെലിഗ്രാം ചാറ്റുകൾ നിർണായക തെളിവുകളായി കോടതി അംഗീകരിച്ചു എന്നത് കൂടിയുണ്ട്. കാരണം കൃത്യമായി മാനസികവും ശാരീരികവുമായി സാമ്പത്തികവുമായി ഈ IB ഉദ്യോഗസ്ഥയെ സുഗാന്ത് ചൂഷണം ചെയ്തു എന്ന് കോടതി പ്രാഥമികമായി തന്നെ ഈ കേസിൽ നിരീക്ഷിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൊണ്ടുകൂടിയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് പെട്ടെന്ന് വേണ്ട എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരുന്നു. പക്ഷേ സുഗാന്ത് സുരേഷിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. ഒപ്പം തന്നെ പുറത്തു വന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്തു. അന്വേഷണം പൂർത്തിയാവേണ്ടതുണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ IB ഉദ്യോഗസ്ഥരുടെ പിതാവടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിനെതിരെയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. കാരണം സുഗാന്തിനെ അവർ ഒളിപ്പിച്ചു വെക്കുന്നു എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. ഇതുവരെയും സുഗാന്ത് എവിടെ എന്നതിൽ പോലീസിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് തെളിവ് ശേഖരിച്ച് മുന്നോട്ട് പോലീസ് പോകുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇനി സുഗാന്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ, കീഴടങ്ങുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്. ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില കുടുംബാംഗങ്ങളൊക്കെ ഇതിനകം തന്നെ കസ്റ്റഡിയിലേക്ക് വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് സുഗാന്ത് സുരേഷ് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയത്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വാട്സപ്പ് ചാറ്റുകൾ അടക്കം തെളിവുകളുണ്ട് എന്ന കണ്ടെത്തൽ കൂടി കോടതി നടത്തുന്നു. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും തികച്ചും സുഗാന്തിനെതിരായ നിലപാടുണ്ടായ ഘട്ടത്തിൽ ഇനി കീഴടങ്ങുക മാത്രമായിരിക്കും മുന്നിലുള്ള വഴി. അതുകൊണ്ട് അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കാം. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കും. പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളുകയാണ് ഹൈക്കോടതി. പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ TG സജിത്ത് വിവരങ്ങൾ നൽകിയത്.